ഞങ്ങൾ മജ്‌ലിസുന്നൂർ നടത്തും, ഞങ്ങൾ ഹദ്ദാദ് ചൊല്ലും, ഞങ്ങൾ മൗലിദ് ഓതും, ഞങ്ങൾ ബുർദ പാടും. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളിൽ വെച്ച് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്രകാരം: പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാപം. ഇമാം സുഫ്യാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ ബിദ്അ, മതത്തിൽ പുതുതായി ചില കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അഹബ്ബു ഇലാ ഇബ്ലീസ്, ഇബ്ലീസിന് ഏറ്റവും പ്രിയപ്പെട്ടത് മിനൽ മഅസിയ, അവൻ ചെയ്യുന്ന പാപങ്ങളിൽ എന്ന്. കാരണം എന്തെന്നറിയോ? അൽ മഅസിയത്തു യുതാബു മിൻഹ, ഒരു മനുഷ്യന് തെറ്റ് പറ്റിയാൽ, ഹറാമ് സംഭവിച്ചാൽ അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങും. പക്ഷെ വൽ ബിദ്അ, ഒരാൾ ബിദ്അത്ത് ചെയ്താൽ ലാ യുതാബു മിൻഹ, അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങൂല. കാരണം ബിദ്അത്ത് നല്ലതല്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. മതപരമായ കാര്യത്തിൽ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പഠിപ്പിക്കാത്തത് ആരോ പറഞ്ഞു കേട്ടത്, അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു വെച്ചത്, ആരൊക്കെയോ എഴുതി വെച്ചത്, ഖുർആനിനോ സുന്നത്തിനോ പ്രവാചകന്റെ കാലത്ത് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ വലിയ പോരിശയോടുകൂടി ചെയ്യുമ്പോ ആ മനുഷ്യൻ ഒരിക്കലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ലാ യുതാബു അലൈഹി, ലാ യുതാബു മിൻഹ, അതിൽ നിന്നും തെറ്റ് തൗബ ചെയ്ത് മടങ്ങൂല. എന്നാൽ ഹറാമായ ഒരു കാര്യം ചെയ്താൽ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ, ഒന്ന് വ്യഭിചരിച്ചാൽ, തോന്നിവാസം ചെയ്താൽ, സംഭവിച്ചല്ലോ, അവൻ പശ്ചാത്തപിച്ച് മടങ്ങും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ബിദ്അത്ത്, അതാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. എന്താണ് ബിദ്അത്ത്? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സരീന അഅമാല, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന്. ഇവിടെ ദീനിയായ ഒരു കാര്യം ശരിയാവണ്ണം അള്ളയും അള്ളാന്റെ റസൂലും പഠിപ്പിക്കാത്ത രീതിയിൽ അവൻ എത്ര അധ്വാനിച്ചാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا, തങ്ങളുടെ ഐഹിക ജീവിതത്തിലെ പരിശ്രമങ്ങൾ പിഴച്ചു പോയവരത്രേ അവർ. പരിശ്രമം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പിഴച്ചു പോയി. എന്താണ് അവരുടെ പ്രശ്നം? അവർ വിചാരിച്ചതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാൻ, അത് നേർമാർഗത്തിന് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കൂലിയും കിട്ടൂല. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എത്തിക്കുക.